ഹലോ മച്ചന്മാരെ പ്രോ ഗെയിമർ പറ്റിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് വീണ്ടും എത്തിയിരിക്കുന്ന ഗൈസ് ഗ്രാനി കുട്ടിയുടെ വീഡിയോ ആയിട്ട് കൂടെ നമ്മുടെ കള്ളക്കളവനും കൂടെയുണ്ട്. ഓക്കെ, തലയിലൊരു കഴുത്തിലൊരു താക്കോലൊക്കെ കൂട്ടിയിട്ടുണ്ട്. നമ്മുടെ കളവനും കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രാനി 1 ഏകദേശം മൊത്തം തന്നെ തീർത്തു. HT മോഡ് ഹാർഡ് മോഡ് തീർത്തിട്ടുണ്ട്. കാണാത്തവർ പോയി കണ്ടിട്ട് ഈ വീഡിയോ ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ഗ്രാനി ചാപ്റ്റർ 2 നിന്നും ഈസി മോഡിലാണ് ഇപ്പോൾ എത്തിക്കപ്പെടുന്നത്. നമുക്ക് ഹാർഡ് മോഡ് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഇറ്റ്. നമ്മൾ കുതു ഗ്രാനിയുടെ പുതിയൊരു വീട്ടിലേക്ക് നമ്മൾ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ വീട്ടിൽ നിന്നും എസ്കേപ്പ് ആവുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. കൂടെ കള്ളക്കളവനുണ്ട്, അവനെ സൂക്ഷിക്കണം. അപ്പോൾ നമുക്ക് ഏകദേശം ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അറിയാല്ലാത്തിൻ്റെയും. അപ്പോൾ അതോർത്ത് പേടിക്കാനില്ല. വിളിച്ചു വരുത്തൊന്നും വേണ്ട ഗൈസ്, ഇതൊക്കെ ഈസി അല്ലേ. ഈസി മോഡിൽ നമ്മൾ എന്തിനാണ് ഗൈസ് വിളിച്ചു വരുത്തണേ. ഓക്കെ, ഇവിടെ ഒന്നൊന്നുമില്ല എനിക്കറിയാം, എന്നാലും ഓക്കെ ഗെയ്സ്, നമ്മുടെ കള്ളക്കളവൻ ബാത്റൂമിലോട്ട് ഓടിയിട്ടുണ്ട്. കള്ളക്കളവനെ സാധിക്കാൻ വേറെ സ്ഥലം കിട്ടിയില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ബാത്റൂമിൽ തന്നെ പോകണം. നാറ്റിക്കരുത് കള്ളക്കളവ, ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റൺ ഗണ്ണും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. അയ്യോ, എടാ കള്ളക്കളവൻ നമ്മളെ കണ്ടില്ലടാ, എന്നാ കാണണ്ടാ നീ. എടാ ഇവൻ്റെ വയറ്റിൻ്റെ ഉള്ളിലാണ് കേട്ടോ സാധനം വീണേ. അപ്പോൾ ഇനി നമ്മുടെ കള്ളക്കിളവിയാണ് വരേണ്ടത്. കള്ളക്കിളവി സ്വാഗതം. ഓക്കെ, ബൈ മോള്. അയ്യോ ഗൈസ്, അപ്പാപ്പൻ്റെ കയ്യിൽ നമ്മൾ സെക്യൂരിറ്റിക്ക് എടുത്തില്ല. പാപ്പ മാഞ്ഞു പോവരുത്. പാപ്പ അങ്ങോട്ട് പാപ്പ. ഓക്കെ ഓക്കെ, ഇനി പോണ താവാടിക്കളവാ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ സാമാനം കിട്ടിയിട്ടുണ്ട്. മാറിക്ക് തള്ളേ, മാറിയെന്നേ, എന്നെ ശല്യപ്പെടുത്താൻ വന്നാണ്ടല്ലോ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾക്ക് ആവശ്യമുള്ള രണ്ട് സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്ന് സ്റ്റിയറിംഗ് വീൽ, ഒന്ന് ബോട്ടിക്ക്. അപ്പോൾ നമ്മളങ്ങനെ HK പവറായി ഗൈസ്. ഇനി നമുക്ക് എല്ലാ സാധനവും കിട്ടിയിട്ടുണ്ട്. എല്ലാ ഏകദേശം ഇവിടെ തന്നെയാണ് കേട്ടോ, അതുകൊണ്ട് പേടിക്കാനൊന്നുമേ ഇല്ല ഇറുക്കെ. അപ്പോൾ അടുത്തത് നമ്മുടെ സ്പാർക്ക് പ്ലഗ് ആണ്. സ്പാർക്ക് പ്ലഗ് ദേ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കൊച്ചു സ്പാർക്ക് പ്ലഗ് കൂടി എടുത്തുകൊണ്ട് പോവാം. എൻ്റെ മച്ചാന്മാർ ലൈക്ക് സബ്സ്ക്രൈബ് എടുത്തില്ലേ? സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്തിട്ട് കാണുക ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സ്പാർക്ക് പ്ലഗ് കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളടുത്തും ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മച്ചാന്മാർ ഇതൊക്കെ എന്ത് ഈസി അല്ലേ ഗൈസ്? എന്ത് ഈസി മോഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പക്ക ഈസിയാണ്, അത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ സെക്കൻഡിനകത്താണ് ബോട്ടിക്ക് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബോട്ടിക്ക് എടുത്തു ഗൈസ്. ബോട്ടിക്ക് എടുത്ത് പരകുകയാണ് ഗൈസ്, പരകുകയാണ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും പൊട്ടിച്ചിരിക്കുക. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് പയ്യെ എല്ലാം കൊണ്ട വെച്ചിട്ട് പയ്യെ മുന്നേറാമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ മച്ചാന്മാരെ നമുക്ക് കള്ളക്കളവിയൊക്കെ എന്ത് പേടിക്കാനൊന്നുമില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും താഴെ ഇതിനുണ്ട്. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ഇതങ്ങ് വെച്ച് കൊടുത്തേക്കാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ സ്പാർക്ക് പ്ലഗ് ആണ്. അത് നമ്മുടെ അവിടെ തന്നെ ഇരിപ്പുണ്ട്, അപ്പോൾ ഇടിക്കാനൊന്നുമില്ല. ഓക്കെ ഓക്കെ ഗൈസ്, നമുക്കങ്ങനെ സ്പാർക്ക് പ്ലഗും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ത് ഗൈസ്, നമ്മളിത് സ്പീഡ് റൺ വരെ നടത്തുന്ന ഒരു എസ്കേപ്പാണ് ഗൈസ്, ബോട്ട് എസ്കേപ്പ്, അല്ലാണ്ട് എന്ത് പറയാൻ. അപ്പോൾ ഏതായാലും നമ്മൾ പൂശിയിട്ടാണ് ഗൈസ് വീണ്ടും കിളവൻ്റെ വീട്ടിൽ നമ്മൾ എസ്കേപ്പ് അടിക്കുകയുള്ളൂ. അപ്പോൾ സ്പാർക്ക് എടാ ഇരിക്കടാവേ. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ സ്പാർക്ക് പ്ലഗും കാര്യങ്ങളും അങ്ങ് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ബോട്ടിക്കല്ല, ഗ്യാസലിൻ ക്യാനാണ് വേണ്ടത്. ഓക്കെ, തള്ളക്കളവനും സ്പോണായിട്ടുണ്ട്. എങ്ങനെ ഇരിക്കണം? ഉണ്ട് അമ്മച്ചാന്മാരെ, എൻ്റെ വക ഒരു വമ്പൻ മിസ്റ്റേക്കാണ്. ഞാൻ ഗ്രാനിയുടെ പയ്യെ ഗ്രാനിയുടെ സാരി കണ്ടായിരുന്നു, സാരി തുമ്പ് കണ്ടു, പാവാടത്തുമ്പ് കണ്ടു. ബട്ട് മിസ്റ്റേക്ക് ഗൈസ്, മിസ്റ്റേക്ക് സ്പോണായി ഗൈസ്. ഇതിനുള്ളത് നമ്മൾ തള്ളയ്ക്ക് കൊടുത്തിരിക്കും ഗൈസ്. തള്ളയാണ് എനിക്ക്, കള്ളക്കളവൻ ഒരു സീനും ഇല്ലാണ്ട് നടപ്പുണ്ട് ഗൈസ്. തള്ളയ്ക്കാണ് അതൊരു അസുഖം. അപ്പോൾ ഇന്ന് തള്ളയ്ക്കും കള്ളക്കളവനായിട്ടും രണ്ട് പെടാ. പാവം കളവൻ, അവനോട്ടും ഇരിക്കട്ടെ ഗൈസ്. നമ്മളെ കണ്ടാൽ ചൊറിയാൻ വരുന്ന പാവമല്ലേ അവൻ, അവനിട്ടും ഇരിക്കട്ടെ, ഒരു അവലോസുണ്ടാ. ഓക്കെ ഗൈസ്, ഇവിടെ എന്തെങ്കിലും ആരെല്ലാം ഉണ്ടേ വാടാ.
ഓക്കെ, ആരെയും കാണുന്നില്ല. ഇങ്ങോട്ടൊന്നും ആരും വന്നില്ലേ ഗൈസ്? ഓക്കെ. ഓഹോ ഓ ഓ ഓ ഓ എന്നാ എൻ്റെ ആമ അങ്ങന്നേ, എനിക്ക് ആ കിളവനിട്ട് കൂടി പൊട്ടിക്കണം. ഡാ 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 നിന്നെ തന്നെ എന്നാ എന്നെ കണ്ടാ നീ എന്നെ കണ്ട അവിടെ മയങ്ങിയിരിക്കെ. അപ്പോൾ നമുക്ക് ഇനി ഗ്യാസോലിൻ കൂടി മതി ഗൈസ്. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് മെച്ചിക്കാൻ പഠിക്കാൻ പോവാണ്. അപ്പോൾ ജബ് ഗ്രേബിലേക്ക് പൊട്ടിച്ചേക്കുക. ഇവിടെയാണ് ഗ്യാസോലിൻ. യെസ്, പ്ലാന്റ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഗ്രാനി 2 ഭയങ്കര എളുപ്പമാണ് ഗൈസ്. ഗ്രാനി 1 ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എന്ത് ഗൈസ്. സുണ്ണി സുണ്ണി ഇന്നത്തൊക്കെയൊക്കെ 2-3 സ്ഥാനം മതി HK പഠിക്കാൻ. ബട്ട് ഗ്രാനി 1 അങ്ങനെ ആയിരുന്നില്ല. നല്ല ലോഡ് സാധനങ്ങൾ. അപ്പോൾ എക്സ്ട്രീം മോഡിൽ വരെ നമ്മൾ HK പഠിച്ചിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ പോയി കണ്ടിട്ട് വരൂ ഗൈസ്. നമ്മൾ ചരിത്ര നിമിഷമാണ് അതിൽ കൊയ്തെടുത്തത്. കണ്ടിട്ട് മാത്രം വരിക. അപ്പോൾ ഏതായാലും നമ്മൾ ഈ വീട്ടിൽ നിന്ന് HK പഠിക്കുമല്ലോ ഗൈസ്. ഫുൾ ടാങ്ക് വെച്ചിട്ടുണ്ട്, ചുവപ്പ് മഞ്ഞ പച്ച. ഏതായാലും നമുക്ക് ഈ ഒരു പെട്രോൾ ടാങ്ക് കൂടി വീട്ടിലേക്ക് കൊണ്ടുപോയേക്കാം. അപ്പോൾ വീട്ടിൽ പെട്രോൾ അധികമില്ല, അപ്പോൾ അതുകൂടി ഇരിക്കട്ടെ ഗൈസ്, ഒരു പെട്ടി. അങ്ങനെ നമ്മൾ ഗ്രാനിയുടെ കുണു വീട്ടിൽ നിന്നും HK പഠിക്കാൻ പോവാണ്. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഒരു തോക്ക് കൂടി എനിക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ആ തോക്ക് ഞാനങ്ങ് എടുക്കുന്നു. പാപ്പനും പാപ്പയും അറിയണ്ട, അവരുടെ തോക്കാണ് ഗൈസ്. അതൊന്നും നമുക്ക് വിഷയമല്ല. ഇതിപ്പോൾ എനിക്ക് പുതിയ പരിപാടികളൊക്കെ ചേരാനായിട്ട് എനിക്ക് തോക്കിൻ്റെ കുറേ ആവശ്യമുണ്ട്. അപ്പോൾ ചേട്ടാ സിസി, ഞാൻ തോക്കും കൊണ്ട് ഈ വീട്ടിൽ നിന്നും പരകുകയാണ്. അപ്പോൾ ഈ എൻ്റെ മച്ചാന്മാരുടെ അങ്ങനെ പറഞ്ഞതുപോലെ നമ്മൾ ഗ്രാനി ചാപ്റ്റർ 2 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു മച്ചാൻ നമുക്ക് കമൻറ്റ് ചെയ്തായിരുന്നു, ബ്രോ ഗ്രാനി ചാപ്റ്റർ 5 കളിക്കാൻ. അതിലെനിക്ക് ചെറിയൊരു ഇഷ്യൂ കഴിഞ്ഞ അപ്ഡേഷനിൽ എനിക്ക് വന്നായിരുന്നു. അത് മാറിയെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കളിക്കുന്നതാണ് മച്ചാനെ. ഓക്കെ, അങ്ങനെ എനിക്ക് HK പഠിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഓടോ ഞാൻ മറന്നുപോയി ഗൈസ്. ഒയ്യോ എടാ, നമ്മൾ പാഡ്ലോക്ക് എടുത്തില്ല മച്ചാമാറേ. മച്ചാമാരെ അപ്പം നമുക്ക് ഏതായാലും സ്റ്റൺ ഗണ്ണ് നമ്മൾ കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ കൊണ്ടുപോകും ഗൈസ്. ഓക്കെ, എൻ്റെ ഒരു സുണ്ണി മിസ്റ്റേക്ക് ആയിരുന്നു, അത് കാര്യമാക്കണ്ട. ഞാൻ ആ ഒരു കാര്യം മറന്നുപോയി മച്ചാമാരെ. ഓക്കെ, കള്ളക്കളവിയും സ്പോണായില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ഇല്ല. ഓക്കെ ഗൈസ്, സ്പോണായി എന്നാണ് എനിക്ക് തോന്നണേ. ഇത്ര സമയമായില്ലേ? അയ്യോ, താഴെ പോയി. പെട്ട് എടാ വന്നടാ ആരോ ഒരുവൻ. മോളെ ഇവിടെയാ. അതിങ്ങന്നെ എടി പന്നെ, നിന്നോട് ഞാൻ തരാൻ പറഞ്ഞിട്ട് അവള്. ഗൈസ് കുറുമ്പ് ലേശം കൂടുതലാണ് ഗൈസ് എല്ലാത്തിനും. ഓക്കെ, പാപ്പനെവിടെ? എവിടെ? എന്നെ കണ്ടോ നീ? ഇനി എന്നെ ഭയങ്കരമായിട്ട് കണ്ടോ നീ? കാണാ പോയി കിടന്ന് ഗൈസ്. സ്വപ്നത്തിൽ വല്ലോ കള്ളക്കളവൻ എന്നെ കണ്ടിട്ട് അവിടെ കിടന്നുകൊണ്ട് വീരവാദം അടിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമുക്ക് റെൻസും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഗ്രാനിയുടെ കൊച്ചുമോളായ വളരെ സങ്കടത്തോടെ പറയാം, നമ്മുടെ സ്ലെൻഡ്രീനയുടെ മോളെ നമ്മൾ അങ്ങ് തട്ടാൻ പോവാണ്. ഓക്കെ, അവൾക്ക് കുറച്ച് കടി കൂടുതലാണ്, അതുകൊണ്ടാണ് നമ്മൾ തട്ടിവിടുന്നത്. ശരിക്കും അവൾക്കൊരു ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അവളെ മര്യാദക്ക് അവിടെ ഇരുന്ന് കഴിച്ച് ഞെണ്ണീട്ട് പൊക്കോളും. ബട്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അവളെ അങ്ങ് തട്ടുവാണെങ്കിൽ അത്രയും ലാഭം ഗൈസ്. ഓക്കെ, അപ്പോൾ ചുണ്ണിനങ്ങ് തട്ടിയിട്ട് പോവാം. സ്പോണൊന്നായി കാണില്ല ആരും. ഇത്ര പെട്ടെന്ന് സ്പോണാവാനോ? പിന്നെ അതും ഈസിയിലാണ്. അവളെന്ത് ചെയ്യുക? ഓക്കെ, അവിടെ കിടക്ക്. എൻ്റെ മച്ചാന്മാരെ നമുക്ക് നമ്മുടെ പാഡ്ലോക്കിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും എനിക്ക് സ്റ്റൺ ഗൺ വീട്ടിലോട്ട് കൊണ്ടുപോകണം, കുറച്ച് ആവശ്യങ്ങളുണ്ട്. അപ്പോൾ മച്ചാന്മാരെ അങ്ങനെ നമ്മൾ നമ്മുടെ കുതു ഗ്രാനിയുടെ വീട്ടിൽ നിന്നും മറ്റൊരു HK പഠിക്കാൻ പോവാണ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ലൈക്കും സബ്സ്ക്രൈബും അടിച്ചേക്കുക. നമ്മളുടെ റോഡ് ടു 500 സബ്സ്ക്രൈബേഴ്സാണ്. അത് പെട്ടെന്ന് തന്നെ അങ്ങ് തീർത്തേക്കുക. കണ്ണിവിടെ ഗ്ലിച്ചടിച്ച് പോകാനിരുന്നത് ഭാഗ്യം ഗൈസ്. മോനെ മിണ്ടാണ്ടിരിക്കുക, സിലിണ്ടറിന് വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കില്ല. അപ്പോൾ നമ്മൾ തോക്കുമായി പരക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ തോക്കും കൊണ്ട് HK പോകണമെന്നൊന്നുമില്ല. ബട്ട് എനിക്ക് തോക്കേണ്ട ഒരു ആവശ്യമുണ്ട് ഗൈസ്. വീട്ടിലോട്ട് തോക്ക് കൊണ്ടുപോകണമെന്നൊക്കെ പരിപാടിയുണ്ട് നമുക്ക്. അപ്പോൾ തോക്കിൻ്റെ ഒരു വലിയ ബിസിനസ് തന്നെ തുടങ്ങാം. ഗ്രാനിയുടെ എല്ലാ വീട്ടിൽ നിന്നും നമുക്ക് ഓരോ തോക്കുകൾ വെച്ച് കിട്ടുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സ്റ്റൺ ഗൺ ഇവിടെ കിടക്കട്ടെ.
അപ്പോൾ ഇനി നമുക്ക് പാഡ്ലോക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചുണ്ണി ഗ്രാൻഡയുടെ വീട്ടിൽ നിന്ന് എസ്കേപ്പ് അടിക്കാം. ഓക്കെ ഓടുകയാണ് ഗൈസ്, നമ്മൾ ഓടുകയാണ്, നമ്മൾ പരകുകയാണ്. ഓക്കെ പാഡ്ലോക്ക് ഇട്ടിട്ടുണ്ട്. എൻ്റെ മച്ചാന്മാരെ നമ്മൾ അങ്ങനെ ഗ്രാനി ചാപ്റ്റർ 2ലെയും ഒരു എസ്കേപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എന്ത് ചുണ്ണി എസ്കേപ്പ്. ഓക്കെ ആരോ വരുന്നൊരു ഫീലിംഗ്. ആര് വരാൻ? എൻ്റെ മച്ചാന്മാരെ അങ്ങനെ നമ്മൾ എസ്കേപ്പ് അടിക്കാൻ പോവാണ് ഗൈസ്. ഏതായാലും പോവല്ലേ, അപ്പോൾ നമുക്ക് പാഡ്ലോക്കിയും കൂടി വീട്ടിലോട്ട് കൊണ്ടുപോയേക്കാം. ഇനി വീടിൻ്റെ പൂട്ട് വല്ലതും തുറന്നില്ലെങ്കിൽ പാഡ്ലോക്കിയും കൊണ്ട് തുറക്കാവേ. അപ്പോൾ മച്ചാന്മാരെ അങ്ങനെ നമ്മൾ ഫുഡിൽ സാധനം കൊണ്ട് നമ്മൾ എസ്കേപ്പ് അടിക്കുകയാണ്. അയ്യോ ഗൈസ്, ഗ്യാസൊലിയും വീണ് പോയി ഗൈസ്. അയ്യോ എൻ്റെ മച്ചാന്മാരെ, ഇവരിനി അത് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഏതായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ വന്ന് സാധനം എടുക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ചെൻഡ് ചെയ്യുകയാണ് ഗൈസ്. അപ്പോൾ മച്ചാന്മാരെ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ റോഡ് ടു 500 സബ്സ്ക്രൈബേഴ്സാണ് കംപ്ലീറ്റ് ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ 300ലേക്ക് ഇപ്പോൾ കിടക്കുകയാണ്. പെട്ടെന്ന് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ പിന്നെ കാണാം മച്ചാന്മാരെ. ബൈ.